നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് അന്ന് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അതായത് പുറത്തവർ നിങ്ങളോട് കാണിക്കുന്നതും അവരുടെ മനസ്സിലുള്ളതും തമ്മിൽ നമുക്കൊരു ഇത് നോക്കാം. അതായത് അവർ പുറമേ കാണിക്കുന്നത് എന്താണ്, ആൻഡ് അവർ പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും ഈ ബന്ധത്തിനെ കുറിച്ചുള്ള ചിന്തയും എന്താണ് നമുക്ക് നോക്കാം. പുറത്ത് കാണിക്കുന്നത് എന്താണ്, ആൻഡ് അവർ, അതായത് ഞാൻ ആക്ച്വലി എപ്പോഴും റീഡിങ് ഇടാറുണ്ട് ബ്രെയിൻ വേഴ്സസ് ഹാർട്ട് എന്ന് പറയും. അതായത് അവരെ ബ്രെയിൻ, അതായത് പുറമേ കാണിക്കുന്ന ഒരു ഇതെന്താണ്, ആൻഡ് ഹാർട്ട്, അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് എന്താണ് നമുക്ക് നോക്കാം. So let's start. ഇത് പുറമേ കാണിക്കുന്നത് 4 of coins, Princess of Swords, 3 of Swords, 6 of coins, the Moon, and Justice. മനസ്സിലുള്ളത് എന്താ നോക്കാം. അവരുടെ ഡീപ്പ് ഫീലിങ്സിൽ 8 of Wands, 2 of Cups, 9 of Swords, Emperor, and 3 of Wands. Wow, Hierophant ഉണ്ട്. ഇവിടെ 4 of Pentacles ഉണ്ട് ആദ്യം തന്നെ. സോ 4 of Pentacles പറയുമ്പോൾ നമ്മളൊരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലെ. നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി വളരെ നിങ്ങളോടൊന്നും തുറന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് കാണുന്നില്ല. അവർ എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അതിപ്പോൾ ചിലപ്പോൾ അവരുടെ ഫീലിങ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച്, അവരുടെ പല കാര്യങ്ങളും അവരെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. അവർ കാണിക്കുന്ന അങ്ങനെയാണ് നിങ്ങളോട്. ബിക്കോസ് ഒന്നും തുറന്ന് സംസാരിക്കില്ല, തുറന്നു പറയില്ല. അതിപ്പോൾ ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അവർ പറയില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ടായിരിക്കും that ഇവരെന്തൊക്കെയോ മനസ്സിൽ സീക്രട്ട് വെക്കുന്നുണ്ട്, എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എൻ്റെ ഇവിടെ 3 of Swords ഉണ്ട്. 3 of Swords പറയുമ്പോൾ ആക്ച്വലി നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഒരു ബിഹേവിയർ നിങ്ങൾ കാണുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു മയത്തോടെ അല്ലാതെ ഒരു വല്ലാതെ ഒരു എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കൽ എപ്പോഴും ഉണ്ടാവും. അവരുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ എപ്പോഴും വേദനിപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഹേർട്ട് ആവാറുമുണ്ട്. ആൻഡ് ഇവിടെ 6 of Coins ഉണ്ട്. പേഴ്സൺ കാണിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ ലൈഫിൽ ഇവരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുണ്ട് എന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക. വളരെ അവർ വലിയ മേ ബി കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് മറ്റുള്ളവർ എൻ്റെ കൂടെ ഉണ്ട് എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് അവരുടെ ലൈഫിൽ പലതും ഉണ്ട്, ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻറ്റ് വേറെ പലതും ഉണ്ട്. അങ്ങനെ കാണിക്കുകയാണ് നിങ്ങളോട്. അവർ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന രീതിക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന രീതിക്കാണ് അവർ കാണിക്കുന്നത്. ഇവിടെ 3 ഉണ്ട്. സോ ഇവിടെ സീക്രസിയാണ് വരുന്നത്. ഇവിടെയും 4 of Coins നമ്മൾ പറയുന്ന പോലെ മനസ്സിലെല്ലാം അടക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഉള്ളിലുണ്ട് എന്ന പോലെ, അതേപോലെ തന്നെയാണ് 3. ഇവിടെ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പേഴ്സൺ തന്നെ കൺഫ്യൂസ്ഡ് ആണ് എന്ന് തോന്നുന്നുണ്ടാവും. ഇവിടെ അവർ സീക്രസി വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെയാണ്. എല്ലാം തുറന്ന് അവർ പറയുന്നില്ല. അവർ സംസാരത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങളോട് എല്ലാം തുറന്ന് സംസാരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ അറിയണ്ട എന്ന രീതിക്കോ, അല്ലെങ്കിൽ അറിഞ്ഞാൽ എന്തെങ്കിലും മീൻസ് അവരെല്ലാം ഹോൾഡ് ബാക്ക്, അല്ലെങ്കിൽ ഒരു സീക്രസി, അങ്ങനെ ഒരു രഹസ്യമായിട്ട് അവരെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നു. ഇവർ ലൈഫിൽ ശരിക്കും എന്താ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അവർ ഒരുപാട് ഇങ്ങനെ സീക്രട്ട് വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ 2 സ്വഭാവമുള്ള പോലെയും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇവിടെ നമുക്ക് ഈ ഒരു 2 ചെന്നായുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാതെ അവർക്ക് ചില സമയത്ത് ഒരു നല്ല വശമുണ്ട്, പക്ഷേ ചില സമയത്ത് അവരൊരു ഡാർക്ക് വശവും നിങ്ങൾ കാണാറുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇതെന്താണ്, ഇതിൽ ഏതാണ് ഇവരെ പേഴ്സൻ്റെ ശരിക്കുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവരങ്ങനെയാണ് നിങ്ങളോട്. അതായത് അവർ ചില സമയത്ത് നിങ്ങളോട് നല്ല രീതിക്ക് ബിഹേവ് ചെയ്യും, ചില സമയത്ത് അവർക്ക് ദേഷ്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വശവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ
മറ്റുള്ളവരോടൊക്കെ വളരെ ന്യായമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. ആരോടും വേറെ ആൾക്കാരോടൊന്നും ചിലപ്പോൾ അവരിങ്ങനെ ഒരു സ്വഭാവം ആയിരിക്കില്ല കാണിക്കുന്നത്. അവരെല്ലാവരോടും നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുക, ഒരു ജസ്റ്റിസ് എന്ന രീതിക്ക്, അതായത് എല്ലാവർക്കും ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്നോട് മാത്രം എന്താ ഇങ്ങനെ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിപ്പോവാം. ഓക്കെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അഗൈൻ നമ്മുടെ മനസ്സിൽ, ഫീലിങ്സിൽ നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 8 of Wands ആണ്. 8 of Wands പറയുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എന്ന രീതിക്ക് എടുക്കാം. നമ്മൾ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ. ആക്ച്വലി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. ഇതെല്ലാം മനസ്സിൽ അടക്കി വെക്കുന്നതാണ്. ഇതെല്ലാം തുറന്നു പറയുക, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാം പറയുക, എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണിത്. സോ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം അവർക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാത്തിനെയും അടക്കി വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നത്. ഒന്നും പറയാതിരിക്കുക, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ ഇവിടെ 2 of Cups ഉണ്ട്, 3 of Swords ആണ്. ഓക്കെ, സി നിങ്ങളെ ശരിക്കും അത്രയും സ്നേഹമാണ് കാണുന്നത്. ഓക്കെ, 2 of Cups എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ആ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ബിഹേവ് ചെയ്യുന്നത് നോക്കൂ. ബിഹേവ് ചെയ്യുന്നത് നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ ഈ എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൂടുതൽ സ്നേഹം വരുമ്പോഴാണ് സ്നേഹമുള്ളവരെയാണ് വേദനിപ്പിക്കുക എന്നൊക്കെ. അത് ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. നിങ്ങളോട് അത്രയും സ്നേഹമാണ്, അറ്റാച്ച്മെൻ്റ് ആണ്, ശരിക്കും നിങ്ങളോടുള്ള വളരെ സ്ട്രോങ് കണക്ഷൻ അവർക്കുണ്ട്. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവരുടെ ഉള്ളിൽ പേടിയും വരുന്നുണ്ടാവും. ഓക്കെ, ചില സമയത്ത് ഇവിടെ ഈ യെല്ലോ കളർ നമുക്ക് കോൺഫിഡൻസിൻ്റെ കാര്യമാണ് പറയാം. സോ നിങ്ങളോട് അറ്റാച്ച്ഡ് ആകുമ്പോൾ, നിങ്ങളോട് അടുക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിന് കോൺഫിഡൻസ് ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, അവനവനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആവുകയാണ്. അപ്പോൾ അത് കാരണമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ബിഹേവിയർ ഒക്കെ കാണിക്കുന്നത്. എനിവേ, ഇത് അനാലിസിസ് നമ്മൾ സൈക്കോളജിയിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ഇവിടെ അഗെയിൻ 6 of Coins ഉണ്ട്, 9 of Swords ഉണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതൊക്കെ എനിക്ക് അവരുണ്ട്, ഇവരുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, അവർ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു തനിച്ചിരിക്കുന്ന പോലെയാണ്, ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ഓക്കെ, ശരിക്കും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരുപാട് ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളും ഉറക്കില്ലായ്മയും ഒക്കെ കാണുന്നുണ്ട്. സോ അവരെവിടെയോ ഒരു നല്ല സ്പേസിലൊന്നുമല്ല. അവർ പറയുന്ന എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ ഇരിക്കുന്ന തനിച്ചാണ്. രാത്രിയാകുമ്പോഴേക്കും അവർക്ക് ഒരു തനിച്ചായ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ ഓക്കെ അവർ ഒരുപാട് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പുറമേ കാണിക്കുന്നതേ അല്ല ഉള്ളിൽ. ഓക്കെ, മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, എല്ലാവരുടെയും ഇടയിലിരുന്നാലും ഒറ്റപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. സോ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആണ്. കാരണം ഇവിടെ തനിച്ചായി പോയ പോലെ ഉണ്ട്, അല്ലെങ്കിൽ തനിച്ചിരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് അവർ ടെൻഷൻ ആവുന്നുണ്ട്. മേ ബി ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബട്ട് അതിൻ്റെ ഒരു നമ്മൾ പറയില്ല എല്ലാം എങ്ങനെ നടത്തിക്കൊണ്ടുപോകും എന്നുള്ള ടെൻഷനായിരിക്കാം. അല്ലെങ്കിലും ജസ്റ്റ് ലൈഫിൽ ഓവറോൾ അവർ ഒരുപാട് സ്ട്രെസ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. ഹാപ്പി ഒന്നുമല്ല അവർ. ഓക്കെ, എൻ്റെ ഇവിടെ എംപറർ കാണുന്നുണ്ട്. എംപററും നമ്മൾ ആക്ച്വലി വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദാറ്റ് അവർ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് എവിടെയോ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ശരിക്കും ഒരു മെച്ചുവേർഡായിട്ടൊരു വ്യക്തിയായിട്ട് നിൽക്കണം, നിങ്ങളുടെ ലൈഫിൽ ഒരു മെച്ചുവേർഡ് പേഴ്സണായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കണം, ഒരു മാരേജ് വരെ. എംപറർ എന്നൊക്കെ പറയുമ്പോൾ മാരേജൊക്കെ ആയിട്ട് എടുക്കാം നമുക്ക്. സോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം. എംപറർ ആവണമെന്നില്ല, എംപ്രസ് നിങ്ങൾ മാറ്റിയെടുത്തോളൂ, ജെൻസ് ആയാലും ശരി ലേഡീസ് ആയാലും ശരി. സോ ഇവിടെ അവർ നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം, നിങ്ങളെ ലൈഫിൽ നിങ്ങളെ കൂടെ തന്നെ നിന്ന് കെയർ ചെയ്യണം എന്ന രീതിക്കൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഉള്ളിലുള്ളത് ശരിക്കും. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ 3 of Wands ഉണ്ട്. സോ പ്ലാനിങ് കാണുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവർ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിക്കൊക്കെ ആലോചിക്കുന്നുണ്ട്. അവർക്ക് എവിടെയോ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാനിങ് അവരുടെ മനസ്സിൽ നടക്കുന്നുണ്ട് എപ്പോഴും. പക്ഷേ പുറമേ അതൊന്നും കാണിക്കുന്നില്ല. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ അവർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുമായിട്ട് എപ്പോഴും അവർ ചിന്തയിലാണ്. എന്നിട്ട് എന്താകും നമ്മൾ മുന്നോട്ട് എന്ന രീതിക്കൊക്കെ അവർക്ക് ചിന്തകളുണ്ട് അവരുടെ ഉള്ളിൽ. ആൻഡ് ഇവിടെ ഹൈറോഫൻ്റ് ഉണ്ട്. ഹൈറോഫൻ്റ് പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് പ്ലാനിങ് പറ്റുകയാണെങ്കിൽ അവർ മാരേജിൻ്റെ ഒരു പ്ലാനൊക്കെ ആലോചിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് മേ ബി ജസ്റ്റ് നിങ്ങളുടെ റിലീജിയനോ അങ്ങനത്തെ കാര്യങ്ങളോ, സൊസൈറ്റി, റിലീജിയൻ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ചിലപ്പോൾ ടെൻഷനും ആയിരിക്കാം. ചില തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം, അങ്ങനെയും പറയാം. കുറച്ച് പേർക്ക് ഇതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണും ഒരു സ്പിരിച്വൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് എന്നും ആവാം. ഓക്കെ, ആക്ച്വലി നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നില്ല എന്നവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തീരെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഇവിടെ ഒരുപാട് ഫീലിങ്സ് ഒക്കെ ഉണ്ട് നിങ്ങളോട്. യെസ്, നിങ്ങൾക്ക് വേണ്ടി ശരിക്കും ഒരു മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഇത് കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ? സോറി കേട്ടോ. ഓക്കെ, ഹൈറോഫൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഹൈറോഫൻറ്റ് ആൻഡ് 5 കോയിൻസ്. അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ആൻഡ് ക്വീൻ ഓഫ് വൺസ് ആൻഡ് കിങ് ഓഫ് കോയിൻസ് ഉണ്ട്. എവിടെയോ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങളോടൊരു മാരേജ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പുറമേ ഇതൊന്നും കാണിക്കുന്നില്ല. പുറമേ കാണിക്കുന്നൊക്കെ നിങ്ങളെ എതിർത്തിട്ടും ഇതാക്കിയിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ടും ഒക്കെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഡീപ്പ് ഫീലിങ്സ്. നമുക്ക് ഈ ഒരു കാർഡ് മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളോടുള്ള ആ ഒരു സ്ട്രോങ് കണക്ഷൻ കാണിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, പക്ഷേ അവരുടെ പല കാര്യങ്ങളും സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ചിലവരുടെ ഒരു ഇന്നർ ചൈൽഡ് വൂൺസ് ആണ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ പുറമേ നിങ്ങളോട് ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും അവർ കാണിക്കാതിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഡെക്കിൽ നിന്ന് വരുന്ന മെസ്സേജസ് നോക്കാം. ചാലഞ്ചസ്, ഹാർട്ട്, admire, 11 very nice, and bond. See, ഓക്കെ, ഇവിടെ ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. അത് പല കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. സോ ഞാൻ എടുത്ത് പറയുന്നില്ല. ഓൾ ട്രൂ സോൾ കണക്ഷൻസ് ഇൻവോൾവ് ചാലഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഓവർകം ടുഗെദർ. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ ഹാർട്ട് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി യു ബിഗിൻ ടു ഫീൽ യുവർ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വെൻ യു ക്ലോസ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണും ആവാം. അവർക്കും ആക്ച്വലി നിങ്ങളെ കാണുമ്പോഴും എന്താ പറയുക, നിങ്ങളോട് അടുക്കുമ്പോഴും അവരുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്ര സ്ട്രോങ് ആണ് അവർക്ക്. ഓക്കെ, ആൻഡ് അഡ്മയർ എന്ന് കാണുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു തിങ്ക് ഓഫ് എവറിത്തിങ് ദാറ്റ് യു അഡ്മയർ ഇൻ യുവർ പാർട്ട്നർ. സി, നിങ്ങളോട് പറയുന്നത് കുറച്ചൊക്കെ പോസിറ്റീവ് തിങ്കിങ് വെക്കാൻ ശ്രമിക്കാം. പേഴ്സൺ കാണിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മേ ബി നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവരുടെ ആ ഒരു കെയറിനെ കുറിച്ച് മനസ്സിലാവുക. ആക്ച്വലി എംപറർ എന്ന് പറയുമ്പോൾ ഒരു വളരെ കടുംപിടുത്തമുള്ളൊരു വ്യക്തി, കുറച്ച് ഈഗോ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അങ്ങനെയല്ലാതെ നോക്കിയാൽ ഇപ്പം നമ്മളൊരു പാരൻറ്റ്, നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തികൾ. ഓക്കെ, അവർ ചിലപ്പോൾ ഒരുപാട് ഇമോഷണൽ ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ അവർ ചെയ്തു തരുന്ന ചില കാര്യങ്ങൾ മതി നമുക്ക് മനസ്സിലാവാൻ എന്നിട്ട് അവർ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ കെയർ കൊണ്ട്, പക്ഷെ ചിലവരെന്താവും ഒരു സോഫ്റ്റ് ആവാൻ മറന്നുപോകും. ഓക്കെ, കുറച്ച് സോഫ്റ്റും കൂടി ആവണം എന്നുള്ളൊരു കാര്യം അവർ മറന്നുപോകും. അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനാണ് എനിക്ക് പേഴ്സൻ്റെ കാര്യത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സൺ അവർ നിങ്ങളോട് കെയർ ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ അവർ എവിടെയോ എന്താ പറയുക, കുറച്ച് സോഫ്റ്റായിട്ട് കൂടി കാണിക്കണം എന്ന രീതിക്ക് അവർ മറന്നു പോകുന്ന പോലെയാണ്. സോ ഇവിടെ അഗെയിൻ ബോണ്ട് ഞാൻ അതാ പറഞ്ഞത്. നിങ്ങളപ്പോൾ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അവർക്ക് നിങ്ങളോട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളത്. അതിനെ നിങ്ങൾ അഡ്മയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, പുറമേ കാണിക്കുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മേലെ പക്ഷേ നിങ്ങൾക്ക് ഈ സ്നേഹം ഒന്ന് കുറച്ചുകൂടി ബെറ്ററാക്കി എടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതവിടെ അടക്കി വെക്കുന്നുണ്ട്, മനസ്സിലെല്ലാം അടക്കി വെക്കുന്നതായിട്ട് കാണാം. പക്ഷെ അവർക്ക് സംസാരിക്കണമെന്നുണ്ട്. മേ ബി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, പറയാതെ തന്നെ. ഓക്കെ, സോ നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് മീൻസ് അങ്ങനെ വെറുതെ എന്താ പറയുക, ഒട്ടും ഒരു ഇതില്ലാത്ത പോലെ അല്ല കേട്ടോ. നല്ലോണം ഒബ്സർവ് ചെയ്യുക, ആ പേഴ്സണിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, അതിൻ്റെ ഇവിടെ 11 വന്നിട്ടുണ്ട്. 11 ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് നമ്പർ ഫോർ ട്വിൻ ഫ്ലെയിംസ്. ഇറ്റ് സിംബലൈസസ് ഹാർമണി, ബാലൻസ് ആൻഡ് സോൾ ഓഫ് കൗണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ട്വിൻ ഫ്ലെയിം ആയാലും അല്ലെങ്കിലും ഓക്കെ, അതൊക്കെ വിട്ടേക്കും. നമ്മളൊരു ലേബലൊന്നും കൊടുക്കണ്ട. എന്തായാലും സോൾമേറ്റ് അല്ലെങ്കിൽ നമുക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻസിൽ ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സയൻസ് കാണും. യൂണിവേഴ്സിൻ്റെ 11 ഒക്കെ ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടാവാം. സോ അത് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ കൗണ്ടർ പാർട്സ് ആണ്. അതായത് നിങ്ങൾ ഒരു മാച്ചാണ്, നിങ്ങളൊരു ശരിക്കും ഒരു ഡിവൈനായിട്ട് തീരുമാനിച്ച ഒരു കൗണ്ടർ പാർട്ടാണ് എന്ന രീതിക്കാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഒരു മാരേജ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു യൂണിയൻ എന്ന രീതിക്കല്ല പറയുന്നത്. ഓക്കെ, ഒരു മനസ്സുകൊണ്ടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ ലവ് ബോണ്ട് ഗ്രോസ് സ്ട്രോങ്ങർ ഓവർ ടൈം. നിങ്ങൾ കാലം പോകും തോറും നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവുന്നുണ്ടോ എന്ന് നോക്കൂ. പ്രശ്നങ്ങൾ വരും. ഓക്കെ, പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്കത് പലതവണ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആവും, പലതവണ നിങ്ങൾ അകലും, എല്ലാം കഴിഞ്ഞ് വീണ്ടും പക്ഷെ നിങ്ങൾ ഒന്നിക്കുന്നുണ്ടോ? ഒന്നിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ കുറച്ചുകൂടി അടുപ്പം കൂടുന്നുണ്ടോ അതോ കുറയുകയാണോ ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. പല കാര്യങ്ങളും അതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ പേഴ്സൻ്റെ. ഓക്കെ, എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.